ഈ നിവിഡിയ എന്നൊരു കമ്പനിയുണ്ട്. നമുക്ക് ഈ ചിപ്പുകളും മറ്റും സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ്, ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ അവരവരുടെ ഭാവി ഫലങ്ങൾ അടുത്ത 3 മാസത്തേക്കുള്ള ഭാവി ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിൽ നിർണായകമായി ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കും അതിൽ ചില നിർണായകമായ കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്? അതായത് ഈ പറഞ്ഞതുപോലെ വിജയ് പറഞ്ഞ പോലെ ആഗോള വിപണിയുമായി ബന്ധപ്പെട്ട് നിവിഡിയയുടെ ഭാവി ഫലങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളിൽ ഒന്നായ നിവിഡിയ തന്റെ ത്രിമാസ ഫലങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. അതായത് AI ചിപ്പ് വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന നിവിഡിയയുടെ ഫലങ്ങൾ ഗ്ലോബൽ ടെക് മാർക്കറ്റുകൾക്ക് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇൻവെസ്റ്റർമാർ പ്രത്യേകിച്ച് AI സെക്ടർ വളർച്ച തുടരുന്നതോ വേഗത കുറയുന്നതോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ട്രഷറിയിൽ ഈൽഡ്സ് 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നില, അതായത് US ട്രഷറി ഈൽഡ്സ് 2 ഇയർ ബോൺസ് ഉണ്ട്, 4 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണിരിക്കുകയാണ്. കാരണം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു പ്രത്യാഘാതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഈൽഡിലെ ഇടിവ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റുകളിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കും. അതായത് ഈ ട്രംപ് വേഴ്സസ് ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് അതവർ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡ് ഗവർണർ ലിസ കുക്കിനെ പുറത്താക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ഈ നീക്കം ഫെഡറൽ റിസർവിൻ്റെ സ്വതന്ത്രതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സെൻട്രൽ ബാങ്കുകളുടെ സ്വതന്ത്രത നഷ്ടപ്പെട്ടാൽ വിപണിയിൽ ദീർഘകാല ആശങ്കകളും അസ്ഥിരതകളും വർദ്ധിക്കും. മറ്റൊന്ന്, ആഗോള വിപണികളിലെ പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ്, ഏഷ്യൻ മാർക്കറ്റുകൾ നിവിഡിയയുടെ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വാൾസ്ട്രീറ്റിലെ ഇൻവെസ്റ്റർമാർ ഓൾ ബബിൾ തുടരുമോ എന്ന ചോദ്യത്തിൽ ആശങ്കപ്പെടുന്നു. മറ്റൊന്ന്, ട്രഷറി ഈൽഡ്സ് ഇടിഞ്ഞത്, ഡോളറിൻ്റെ നിലപാട്, ഈ ഗോൾഡ് പ്രൈസുകൾ, ഓയിൽ മാർക്കറ്റ് എന്നിവയിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ടെക് വിപണിയുടെ ഭാവി നിവിഡിയയുടെ ഫലങ്ങൾ തീരുമാനിക്കും. അതായത് ഈ ടെക്നോളജിയുടെ അതെല്ലാം നിവിഡിയയുടെ ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. സാമ്പത്തിക നയത്തിലെ അനിശ്ചിതത്വം, ട്രംപ് ഫെഡ് സംഘർഷം മൂലം അത് വളരുകയാണ്. ഈൽഡ് ഇടിവും ഫെഡ് വിവാദവും ആഗോള മാർക്കറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ വലിയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലായിരിക്കും ബാധിക്കുമെന്ന് വിജയിക്ക് അറിയാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് ഇത് സ്വർണ്ണ വിപണി അല്ലെങ്കിൽ ആഗോള തലത്തിൽ ഇപ്പോൾ ആഗോള തലത്തിലുള്ള അസ്ഥിരതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ലോകം മുഴുവൻ ഇത് ബാധിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫലങ്ങൾ? അല്ല, ഈ സാമ്പത്തിക അല്ലെങ്കിൽ ഈ ടെക് വിഭാഗത്തിൽ ഇപ്പോൾ അമേരിക്ക ഇതിന് മുമ്പ് തന്നെ ഒരു നീക്കം ചെയ്തിരുന്നു. അതായത് ആപ്പിളിൻ്റെ ഇതെല്ലാം നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്ന് മാറ്റി ഇന്ത്യയിൽ നിന്നാക്കി. അപ്പോൾ ആപ്പിളിന് അതുകൊണ്ട് 25% തീരുവ ആണ് കൽപ്പിച്ചു വരുന്നത്. അപ്പോൾ ആപ്പിളിന് 25% തീരുവ എന്ന് പറയുമ്പോൾ അത് വലിയൊരു അവരുടെ തന്നെ പ്രോഡക്ട്സിന് ഭയങ്കര വില ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അവർ കാരണമായിട്ട് കണ്ടെത്തിയത് ഇന്ത്യയിൽ നിന്ന് ആണ്. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഫാക്ടറി ഒക്കെ ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് അവർക്ക് മേലുള്ള. പിന്നെ നമ്മൾ കണ്ടത് H1B വിസ ഒരു നിരോധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു H1B വിസ എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ, ടെക്കികൾക്ക് ഇവിടെ അമേരിക്കയിൽ പോകാനുള്ള വിസയാണ്. നമ്മുടെ ഇന്ത്യൻ ടെക്കികൾക്ക് അമേരിക്കൻ അത് വേണ്ട. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ അമേരിക്കൻ ടെക്കികൾ മതി. ഇനി സിലിക്കോൺ വാലിയിലും മറ്റും അമേരിക്കൻ ടെക്കികൾ മതി, ഇവിടെ ഉള്ളവർ വേണ്ട. അങ്ങനെ ഇന്ത്യൻ ടെക്കികളെ എടുക്കുന്ന കമ്പനികൾക്ക് അധിക തീരുവ അല്ലെങ്കിൽ ഒരു പിഴ ചുമത്തുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ ടെക്നോളജി മുഴുവൻ അമേരിക്കയുടെ കാൽച്ചുവട്ടിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിന്റെ സ്വപ്നം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് എൻവിഡിയയുടെ ഈ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ ട്രംപിന്റെ ഒരു ഇത്തരത്തിലുള്ള മണ്ടൻ പദ്ധതികൾക്കെതിരെ അവിടെ ബുദ്ധിയുള്ള വ്യവസായികൾ അവിടെ തീരുമാനം, കാരണം അവരവരുടെ നിലനിൽപ്പ് വേണമല്ലോ. അപ്പോൾ ആ നിലനിൽപ്പിനെ മുൻകൂട്ടി കണ്ട് ട്രംപിന്റെ ഈ പറയുന്ന മണ്ടൻ ആശയങ്ങൾ ഒരു രാജ്യത്തിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സ്വയരക്ഷ നേടാൻ നോക്കുന്ന വ്യവസായികളുടെ തീരുമാനങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പം അവരവരുടെ നിലനിൽപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന എൻവിഡിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിവിഡിയ അല്ലെ, നിവിഡിയ, അതെ, ഈ പറയുന്ന ഗ്രാഫിക്സ് കാർഡുകളും മറ്റും സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ വലിയൊരു ടെക് ഭീമൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ ട്രംപിന്റെ പങ്ക് ഇതിലൊട്ടും ചെറുതല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ പറയുന്ന ട്രംപ് എടുക്കുന്ന മണ്ടൻ തീരുമാനങ്ങൾ ഇത് ഒക്കെ ഈ കമ്പനികൾക്ക് ഇത്തരത്തിൽ തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ്.
അപ്പോൾ എന്തായാലും ഈ H1B വിസ നിരോധിക്കുന്നത് കാരണം ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഇത് ചില എന്താ പറയുക ഒരു കുത്തക എന്ന് പറയുന്നത് ഇന്ത്യൻ ടെക്കികളാണ്. അവിടെ ഒരു കുത്തക അവർക്കുണ്ട്. അവിടെ നിന്ന് വലിയ പൈസ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സമ്പാദിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കാർ സമ്പാദിക്കുന്ന പൈസ നാട്ടിലോട്ട് അയക്കുമ്പോൾ അത് നമ്മുടെ റവന്യൂവിലോട്ട് ആ പൈസ വരികയും നമ്മുടെ ഒരു മണി സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അമേരിക്ക ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു തെളിവാണ് ഈ പറയുന്ന H1B വിസ നിരോധിക്കുക. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് ഉണ്ടാകുന്ന ഇതിപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ NVIDIA ആരംഭിച്ചു വെച്ചു. ഇതിനി മറ്റ് കമ്പനികളും ഇതിൻ്റെ പിന്നാലെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്പ് നിർമ്മാണത്തിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഈ ചിപ്പ് നിർമ്മാണത്തിനെ പറ്റി ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഈ വർഷം അവസാനത്തോടെ ചിപ്പ് നിർമ്മാണം നമ്മൾ ആരംഭിക്കുമെന്നുള്ള കാര്യം. ഇന്ത്യ സ്വന്തമായിട്ട് അത്തരത്തിൽ. അപ്പോൾ അതിൽ ഈ ചിപ്പുകളുടെ സാധ്യത കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അത്തരത്തിൽ സ്വയം പര്യാപ്തത ടെക് വിഷയത്തിൽ സ്വയം പര്യാപ്തത ഇപ്പം നമ്മൾ ആയുധങ്ങളിലൊക്കെ അങ്ങനെ ഒരു സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. അതായത് നട്ട് മുതൽ ബോൾട്ട് മുതൽ ഉണ്ടാക്കുന്ന നമ്മുടെ അങ്ങനെ പ്രൊജക്ട് കുഷ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഒരു മിലിറ്ററി പദ്ധതിയാണ്. അതിൻ്റെ നട്ട് മുതൽ ബോൾട്ട് വരെ നമ്മളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ടെക്, അതായത് ഒന്നും വേണ്ട, ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം നമുക്കറിയാം മൈക്രോമാക്സ് എന്നൊരു കമ്പനിയുണ്ട്. ഇന്ത്യൻ കമ്പനിയാണ്, മൊബൈൽ ഫോൺ കമ്പനി. പക്ഷേ ഈ മൈക്രോമാക്സിൻ്റെ ചിപ്പുകളും മറ്റും ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് എടുക്കുന്നത്. അങ്ങനെയല്ല, ചിപ്പുകളും മദർ ബോർഡ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യവസായങ്ങൾ, അതായത് കുടിൽ വ്യവസായങ്ങൾ ടെക് നമ്മൾ ചൈനയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ കുടിൽ വ്യവസായങ്ങളുണ്ട് ടെക്കിൻ്റെ. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമ്മച്ചിമാരൊക്കെ ഈ അച്ചപ്പവും ഇതൊക്കെ വിൽക്കുന്നത് പോലെ അവിടുത്തെ സ്ത്രീകൾ അവരുടെ കുടിൽ വ്യവസായങ്ങളിൽ ഈ പറയുന്ന ടെക് വ്യവസായങ്ങൾ നടത്താറുണ്ട്. ചിപ്പുകളും മറ്റും നമുക്കറിയാം. പണ്ട് നമ്മൾ ചൈന ഫോൺ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന കുടിൽ വ്യവസായങ്ങളിൽ വരുന്നതാണ്. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ ആഗോള വിപണികൾ ഈ NVIDIA ഇത് ഫലങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളിൽ ഒന്നായ NVIDIAക്ക് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അതുമാത്രമല്ല AI ചിപ്പ് വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന NVIDIAയുടെ ഫലങ്ങൾ ഗ്ലോബൽ ടെക് മാർക്കറ്റുകൾക്ക് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അതായത് ഇത്തരത്തിൽ ആഗോള തലത്തിൽ ഇതിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇൻവെസ്റ്റർമാർ പ്രത്യേകിച്ച് AI സെക്ടർ വളർച്ച തുടരുന്നതോ വേഗത കുറയുന്നതോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അമേരിക്കൻ ട്രഷറിയിൽ ഇത് 4 മാസം ഏറ്റവും താഴ്ന്ന നില എത്തിക്കാൻ ഇത് കഴിഞ്ഞു. കാരണം ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് US ട്രഷറി 2 ഇയർ, അതായത് 4 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണു. അപ്പോൾ ട്രംപിന് ഈ പറഞ്ഞതുപോലെ ട്രംപിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ട്രംപ് ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരിച്ചിരിക്കുന്ന ആഗോള സാമ്പത്തിക ശക്തി, അമേരിക്കയിൽ വലിയ ധനമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ അത് ഉണ്ടാക്കുന്ന ഒരു വളർച്ച ഭയങ്കരമാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ ഘടകങ്ങൾ അവരെ ഏത് തരത്തിൽ ആക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് NVIDIA പോലുള്ള ഇത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും വിലയിരുത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഈൽഡിലെ ഇടിവ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റുകളിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. ട്രംപ് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡ് ഗവർണർ ലിസ കുക്കിനെ പുറത്താക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചു. കാരണം പേടിച്ചു. അയാളെ പുറത്താക്കാനുള്ള നിയമ നടപടികളുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ നീക്കം ഫെഡറൽ റിസർവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ സെൻട്രൽ ബാങ്കുകളുടെ സ്വതന്ത്രത നഷ്ടപ്പെട്ടാൽ വിപണിയിൽ ദീർഘകാല ആശങ്കകളും അസ്ഥിരതകളും വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.